ഞാനല്ലേ ചോറ് കൊടുത്തത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു മോൻ. കുഞ്ഞല്ലായിരുന്നു. മണി 7 ആവാറായി, ഇതുവരെ ആ കൊച്ചിനെ വിളിച്ചില്ലേ? ആഫീസേ, ഇത് 6:50 അങ്ങോട്ട് എഴുന്നേക്കും സ്കൂളിൽ പോകാനായിട്ട്. 7 മണിയാകുമ്പോ അങ്ങോട്ട് റെഡിയായി ഓടി പോന്നതാണ്. ആഫീസേ, ഇതൊക്കെ ചെയ്യണം ഞാൻ. ചോറാണെങ്കിൽ അവനിക്കാണെങ്കിൽ എന്തെല്ലാം കറികൾ വേണമെന്ന് അറിയാം. ഒരു കറിക്കകത്തൊന്നും പറ്റത്തില്ല. ഓ, കുക്കറും അടിച്ചു. ഒന്ന് വിളിക്കാൻ പറഞ്ഞ വിളിക്കത്തില്ല. മോനെ എഴുന്നേക്ക് മോനെ. ആ ലഞ്ച് ഒന്ന് റെഡിയാക്കാൻ വാ. ഒന്ന് ഹെൽപ്പ് ആരും ചെയ്യത്തില്ല. അവന്റെ വാട്ടർ ബോട്ടിൽ എവിടെ? ഈ ബുക്കൊക്കെ ഒന്ന്. മോനെ എഴുന്നേക്ക് മോനെ. 6:50 ഇനി എപ്പോഴാണ്? ഞാൻ വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുകയാണ്. ആ യൂണിഫോം, അയ്യോ യൂണിഫോം എടുത്തു വന്നില്ലല്ലോ ഒന്ന് അയൺ ചെയ്യാൻ. ഈ യൂണിഫോം ഒന്ന് അയൺ ചെയ്തുതരാം. അവൻ എഴുന്നേറ്റ് റെഡി ആവുമ്പം യൂണിഫോം റെഡി ആയി. മോനെ എഴുന്നേരാ. എത്ര വിളിച്ചാലും ചെറുക്ക എഴുന്നേക്കത്തില്ല. ഷമി, ഓ മോനെവിടെ? മോൻ റൂമിലായിരിക്കും. എന്ത് കാര്യം? എന്ത് കാര്യം? നീ വിളിയെന്ന മോനെ. ആഫീസേ, വാപ്പ വിളിക്കുന്നൊന്ന് വന്നേ. എന്താന്ന് എനിക്കറിയത്തില്ല. മോനെ, നീ പറഞ്ഞ ബൈക്ക്, പുതിയ ബൈക്ക്. അയ്യോ, ഇപ്പോഴേ അത് വാങ്ങിയെന്തിനാ? അവൻ ഇന്നലെയല്ലേ ലൈസൻസ് കിട്ടിയത്. ഇപ്പോഴേ വാങ്ങിക്കൊടുത്താൽ അത് ശരിയാകത്തില്ല. മക്കളല്ലേ, അവൻ റോട്ടിലൊക്കെ ഒന്ന് പോണം. അയ്യോ, ഇപ്പോഴേ റോഡിലൊന്നും പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പോഴേ റോഡിലൊന്നും കൊണ്ടുപോകണ്ട. പോയി തന്നേ കുറച്ച് കൈ തെളിഞ്ഞിട്ട്. ആ ബൈക്കൊന്നും കൊച്ചുങ്ങളെ ഇപ്പൊ കൊടുത്തുവിടാൻ പറ്റത്തില്ല. അവന് അത്ര ശീലമൊന്നും. ലൈസൻസ് കിട്ടി, ഇന്നലെ ലൈസൻസ് കിട്ടി. അവന് 18 വയസ്സായി. അവൻ പുറത്തോട്ടൊക്കെ പോണം. ലൈസൻസ് കിട്ടിയെന്നും പറഞ്ഞ് ഒന്ന് കൈ തെളിഞ്ഞിട്ട് ഇവിടേക്ക് ഇവിടെയൊക്കെ ഓടിച്ച് ശരിയായതിനു ശേഷം റോഡിൽ പോയാൽ മതി. അവന്മാര് പുറത്തൊക്കെ പോയി വണ്ടി ഓടിക്കണം. ഞാൻ പറഞ്ഞില്ല അവന് ഈ പ്രായത്തിൽ ഇപ്പോഴും ഒന്ന് കൊടുക്കണ്ട. അവനൊന്ന് കൈ തെളിയിട്ട് നിങ്ങളും കൂടെ കുറെ ദിവസം വണ്ടി പോയതിനു ശേഷം കൈ തെളിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ റോഡൊക്കെയാണ്. എനിക്ക് പേടിയാ. സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കണേ. എനിക്ക് ഒരു മോനേ ഉള്ളു. പ്ലീസ് ഇപ്പോൾ കൊടുക്കണ്ട. ഉമ്മി തന്നേരം മോനെ. ഉമ്മി കുറച്ചുകൂടെ മോനെ ഓടിച്ചു നല്ല ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കത്തില്ലെങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാ ചെയ്. താങ്ക് യു ഹാപ്പി. എന്റെ ഇത്ര നാളത്തെ ആഗ്രഹമായിരുന്നു. അമ്മേ താങ്ക് യു. ഇങ്ങനെയാണ് സോപ്പിട്ടങ്ങ് പോണം. വണ്ടി സൂക്ഷിച്ച്. എന്റെ തന്നിരുന്നാ മതി ചാവി. അതില്ല, അതെന്റെ ഇരിക്കും. അത് ഇപ്പോഴേ വേണമായിരുന്നോ? എനിക്ക് പേടിയാണ്. വണ്ടിയല്ലേ, 2 വീലർ 4 വീലർ ആണെങ്കിൽ സാരമില്ല. ഇപ്പോഴത്തെ ഈ പ്രായത്തിലൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്താലേ. നീ പേടിക്കണ്ട. ഈ പ്രായത്തിലല്ലേ പിള്ളേർക്ക് വണ്ടി മേടിച്ചു കൊടുക്കാനുള്ള. എന്റെ പ്രായത്തില ഇതേപോലത്തെ വണ്ടി എനിക്ക് കിട്ടിയിട്ടില്ല. ആ കാലഘട്ടം അല്ലല്ലോ അക്ക. എനിക്ക് എപ്പോഴും പത്രവും വാർത്തകളും ഒക്കെ അറിയുമ്പോൾ ഒരു പേടിയാ. ഈ പ്രായത്തിൽ അവർക്ക് സ്പീഡിനെ കുറിച്ച് അവർക്ക് ഒന്നും ഒരു ബോധവും കാണത്തില്ല. അതാണ്. ദൂരോട്ടൊന്നും വിടല്ലേ. അല്ല, ദൂരോട്ടൊന്നും വിടണ്ട. ക്ലാസ്സിനൊന്നും വിടണ്ട. നമ്മൾ ഇവിടെ ജസ്റ്റ് ഇവിടെ മാത്രം വിട്ടാൽ മതി. ക്ലാസ്സിനൊന്നും അവനെ വിടല്ലേ. എനിക്കൊന്നും പേടിയാന്ന്. നീ പേടിക്കണ്ട. ഒന്ന് കൺട്രോൾ ചെയ്യണേ. അധികം അങ്ങ് വണ്ടി കൊടുക്കാൻ നിൽക്കണ്ട. എപ്പോഴെങ്കിലും അങ്ങ്. ഇങ്ങനത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ സാധാ ബൈക്കോ സ്കൂട്ടിയോ വല്ല ആണെങ്കിൽ സാരമില്ലായിരുന്നു. ഇതിപ്പം പിള്ളേരാണ്. ആ സ്പീഡിനൊക്കെ വിടും. അല്ല, നീ ഇറങ്ങിയാ? മോനെ ബൈക്കിലാ പോന്ന? ബൈക്കിലാ? അയ്യോ, അത് വേണ്ട. എങ്കിൽ നീ ഹെൽമെറ്റ് എടുത്തു പോയി. ഹെൽമെറ്റാ? അത് ഈ കോളേജ് അടുത്തല്ലേ, അതുപോലെ മെയിൻ റോഡും അല്ല, ചെക്കിങ്ങും കാണൂല. വേണ്ട, ഹെൽമെറ്റ് വെച്ചോണ്ട് പോയാ മതി. അടുത്തായാലും ദൂരെയായാലും.
അതുപോലെ എന്റെ മുടിയൊക്കെ പോകും. ഞാൻ പോന്നേ. നിങ്ങളിപ്പോ പറഞ്ഞു കൊടുത്തേ. ആ മോനെ. ആ കൊള്ളാം, നല്ല വാപ്പ തന്നെ. ഇതാ കൊച്ചുങ്ങളാണ്, കോളേജിലൊക്കെ ബൈക്ക് കൊടുത്തു വിടുന്ന എനിക്ക് പേടിയാ. ബാക്കി പിള്ളേരൊക്കെ ആയിട്ടെ കൂട്ടുകൂടിയ പോയാലേ. അങ്ങനെയൊന്നുമില്ല, നീ പേടിക്കണ്ട. ഇപ്പോഴല്ലേ പിള്ളേരൊക്കെ ബൈക്കൊക്കെ ഓടിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാറിലല്ലേ പോകാൻ, ബൈക്കിൽ പോട്ട്. നീ പേടിക്കൊന്നും വേണ്ട. വെള്ളം മതി. മുഴുവൻ ചോറും കഴിക്കണേ. സമയം ഒരുപാടായി, പെട്ടെന്ന് പോവാൻ നോക്ക്. ഉമ്മി തിളപ്പിച്ച വെള്ളമാണേ വെച്ചേക്കുന്നത്, മുഴുവൻ കുടിക്കണേ. കൂട്ടുകാർക്കും കൊടുക്കണം. ചിക്കനാണ്, നിന്റെ ഇഷ്ടപ്പെട്ട ചിക്കൻ ഫ്രൈ അമ്മി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഫ്രണ്ട്സിനുള്ളതും വെച്ചിട്ടുണ്ട്. മുഴുവൻ ഒരു ചോറ് പോലും കളയാതെ കഴിക്കണേ, ഒന്നും കളയരുതേ. ടൈം ടേബിൾ നോക്കിയോ? ടൈം ടേബിൾ ഇല്ല, മോന്റെ ടൈം ടേബിൾ ഒക്കെ നോക്കട്ടെ. ടൈം ടേബിൾ നോക്കിയോ? അയ്യോ, യൂണിഫോം ഇട്ടില്ലേ നീ? നീ യൂണിഫോം ഇടാതിരുന്ന എങ്ങനെയാ? ടീച്ചർ അടിക്കൂലേ? മോന്റെ ബസ് പോവും. മോന്റെ ബസ് പോവുന്ന് വിട്. യൂണിഫോം ഇവിടെ കിടക്കുന്ന അയൺ ചെയ്തില്ലാത്തോണ്ടായിരിക്കും അവ ഇടാഞ്ഞത്. അയൺ ചെയ്യാത്തോണ്ടാണ്. അയൺ ചെയ്തില്ല, അതായിരിക്കും അവ ഇടാഞ്ഞ. അയ്യോ പോവല്ലേ മോനെ. മോനെ നീ ഇവിടെ ഇരി. മോനെ വാ ഇരിക്കവിടെ. എന്താ പോവട്ടെ, അവന്റെ ബസ് പോവും. ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ ടീച്ചർ വിളിക്കുമല്ലോ. ഒരു ദിവസമെങ്കിലും ചെല്ലായിരുന്നു അവര്. എനിക്കറിയില്ല, വീട്ടിൽ തന്നെ. എന്താ മോനെ ഇതെന്താ? നിങ്ങക്ക് ജോലിക്ക് പോണ്ടേ? വീട്ടന്നെ, വീട്ടിൽ മോനെ അവിടെ നില്ലേ. വണ്ടി അവിടെ നിൽക്കുന്നു. വണ്ടി പോന്നു. ബസ് പോന്നതോ മോന്റെ ബസ്സാണ്. ഇറങ്ങിങ്ങോട്ട്. വണ്ടി പോയാ അടുത്ത വണ്ടി മനസ്സിലാക്ക്. മോൻ പോയി. എന്താ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഇപ്പൊ ഞാനല്ലേ ചോറ് കൊടുത്തത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു മോൻ. അവന്റെ മനസ്സിലാക്ക്. അല്ല, അവൻ അവിടെ വണ്ടി എനിക്ക് അവിടെ ഉണ്ടായിരുന്നല്ലേ. മോനെ എവിടെ എവിടെ? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ എത്ര പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ വണ്ടി വേണ്ടെന്ന്. മോനിക്ക് കുഞ്ഞല്ലായിരുന്ന. Ha ha ha.